ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു പച്ചടിയാണ് കേട്ടോ. നമ്മുടെ പൈനാപ്പിൾ പച്ചടിയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പൈനാപ്പിൾ പച്ചടി നേരത്തെ ചെയ്തിട്ടുണ്ടല്ലോ, പിന്നെ എന്താണ് ഇത്ര പ്രത്യേകതയായിട്ട് ചെയ്യുന്നതെന്ന്. ഇത് എനിക്ക് കഴിഞ്ഞ ദിവസം കിട്ടിയ റെസിപ്പിയാണ്. പൈനാപ്പിളും തക്കാളിയും ചേർത്തിട്ടുള്ള ഒരു പച്ചടി. അപ്പോൾ ഈ പച്ചടി നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. പൈനാപ്പിളും തക്കാളിയും കൂടി ചേർത്ത് പച്ചടി ഉണ്ടാക്കുന്ന കാര്യം ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ റെസിപ്പി കണ്ടപ്പോഴാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഒരു തക്കാളിയും കുറച്ച് പൈനാപ്പിളും ഉണ്ടെങ്കിൽ നമുക്ക് വേഗം റെഡിയാക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ പൈനാപ്പിൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പൈനാപ്പിളിൻ്റെ ഒരു 1/4 ഭാഗം മതി കേട്ടോ. വലിയ പൈനാപ്പിൾ ആണെങ്കിൽ 1/4 ഭാഗം എടുത്താൽ മതി. അത് ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്. നമുക്ക് ചെറിയ തക്കാളി മതി. എന്താണെന്ന് വെച്ചാൽ നമ്മൾ തൈരും ചേർക്കുന്നതല്ലേ. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് തേങ്ങ ചിരവിയതാണ്. 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്ര പൈനാപ്പിൾ എടുക്കുന്നു, എത്ര തക്കാളി എടുക്കുന്നു എന്നുള്ളതനുസരിച്ച് വേണം നമ്മൾ തേങ്ങ എടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ട ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് അരയ്ക്കുമ്പോൾ പറയാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് മെയിനായിട്ട് തൈര്, അതുപോലെ തന്നെ പച്ചമുളക്, വേപ്പില. അപ്പോൾ ആദ്യം നമുക്ക് ഈ പൈനാപ്പിൾ ഒന്ന് വേവിച്ചെടുക്കാം. പൈനാപ്പിൾ പകുതി കുക്കായതിന് ശേഷം മാത്രമേ നമ്മൾ തക്കാളി ചേർക്കുള്ളൂ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തക്കാളി ഉടഞ്ഞു പോകരുത്. അതുകൊണ്ടാണ് നമ്മൾ പൈനാപ്പിൾ പകുതി കുക്കായതിന് ശേഷം തക്കാളി ചേർക്കാമെന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് പൈനാപ്പിൾ ഒന്ന് കുക്ക് ചെയ്യാൻ വെക്കാം. പൈനാപ്പിൾ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക, എന്നാലേ പെർഫെക്റ്റ് ആവുള്ളൂ കേട്ടോ. നമ്മൾ പൈനാപ്പിൾ പച്ചടിക്ക് കട്ട് ചെയ്യുന്ന പോലെ അത്രയും വലുതായിട്ട് പോലും കട്ട് ചെയ്യരുത്. അതിലും കുറച്ചുകൂടി ചെറിയ ക്യൂബ്സ് ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ പച്ചമുളകും കട്ട് ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ നമ്മൾ പൈനാപ്പിൾ ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് 2 പച്ചമുളക് എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരുപാട് എരിവ് നമുക്ക് പച്ചടിക്ക് വേണ്ടല്ലോ, അതുകൊണ്ടാണ് 2 പച്ചമുളക് ചേർത്തിട്ടുള്ളത്. ഒരു 2-3 ഇതിൽ കറിവേപ്പിലയും കൂടി ചേർക്കാം. പിന്നെ നമ്മൾ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ 1/2 ടീസ്പൂൺ വരെ ചേർക്കാം. നമ്മൾ പച്ചമുളകും കൂടി ചേർത്തുകൊണ്ടാണ് 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നത്, അല്ലെങ്കിൽ എരിവ് കൂടിപ്പോകും പച്ചടിക്ക്. ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പൈനാപ്പിൾ നന്നായിട്ട് കുക്കാവണം. നമ്മുടെ തക്കാളിയും ഇതിൽ കിടന്ന് കുക്കാവേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് കുക്കായി വരട്ടെ. ഒരുപാട് വെള്ളം വേണ്ട, പക്ഷേ പൈനാപ്പിൾ കുക്കാവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം വേണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വെള്ളമായിട്ടുണ്ടെങ്കിൽ നമ്മൾ പച്ചടി ഇലയിൽ ഒഴിക്കാൻ പാകത്തിൽ, അല്ലെങ്കിൽ നമുക്ക് സദ്യക്ക് വിളമ്പാൻ പാകത്തിലാവില്ല, ലൂസായിട്ടിരിക്കും. അതുകൊണ്ട് കുറച്ച് വെള്ളത്തിൽ വേവിച്ചെടുക്കുക. പൈനാപ്പിൾ മുങ്ങി നിൽക്കുന്ന രീതിയിൽ ഞാനിപ്പോൾ വെള്ളം ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് കുക്കായി വരട്ടെ. ഈ സമയത്ത് നമുക്ക് നമ്മുടെ അരപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ അരപ്പ് റെഡിയാക്കാനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചിരവിയ തേങ്ങ ചേർക്കുക. നിങ്ങൾക്ക് പച്ചമുളക് ഇതിൽ ചേർത്തരയ്ക്കണം എന്നുണ്ടെങ്കിൽ ഇതിൽ ചേർത്തരയ്ക്കാം കേട്ടോ. അപ്പോൾ പൈനാപ്പിളിൻ്റെ കൂടെ ചേർത്ത് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ടേസ്റ്റ് വരുന്നത് പൈനാപ്പിളിൻ്റെ കൂടെ ആ പച്ചമുളക് വേവുമ്പോഴാണ്. അപ്പോഴാണ് പൈനാപ്പിളിലേക്ക് നന്നായിട്ട് എരിവ് പിടിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ജീരകം ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം, നമ്മുടെ ക്യുമിൻ സീഡ്സ് ചേർക്കാം. ഇതൊന്ന് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. കുറച്ച് വെള്ളത്തിൽ അരയ്ക്കാൻ നോക്കാം. ഇത് നന്നായിട്ട് അരച്ചതിന് ശേഷം നമുക്ക് വേറൊരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്ത് അരയ്ക്കാനുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്കിതൊന്ന് ആദ്യം അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് കടുക് ചേർത്തൊന്ന് ചതച്ചെടുക്കണം. ഒരു 1/2 ടീസ്പൂൺ കടുകൊന്ന് ചേർക്കാം. എന്നിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. ഒരുപാട് അടിഞ്ഞു പോകണ്ടാട്ടോ കടുക്. അപ്പോൾ ഇതും കൂടി ഒന്ന് ചതച്ച് നമുക്ക് ചേർക്കാം. ഞാൻ ഒരുപാട് വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതും കൂടി ചതച്ച് ചേർത്തിട്ട് നമുക്ക് തക്കാളി ചേർക്കാം ഇനി. അപ്പോൾ നമ്മൾ നമ്മുടെ കടുകും കൂടി ചേർത്ത് ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതുപോലെ മതി. കടുകൊന്ന് പൊടിഞ്ഞു വന്നാൽ മതി. ഇനി നമുക്ക് ഈ അരപ്പ് മാറ്റി വയ്ക്കാം. നമുക്ക് തക്കാളി നമ്മുടെ പൈനാപ്പിളിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ ഇപ്പോൾ ഇത് കണ്ടോ 1/4 ഭാഗം കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. തക്കാളി ഞാൻ ചെറിയ ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി തക്കാളിയും കൂടി പൈനാപ്പിളിൻ്റെ കൂടെ ചേർന്നിട്ടൊന്ന് കുക്കായി വരട്ടെ. അപ്പോൾ ഈ വെള്ളം ഒന്ന് വറ്റി വരികയും ചെയ്യും കേട്ടോ. ഇനി നമുക്ക് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വയ്ക്കാം. ഇത്രയും സമയം ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിരുന്നത്. ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ വെള്ളം വറ്റി തക്കാളി കുക്കായി വരുന്നത് വരെ വേവിച്ചെടുക്കാം. ചെറിയ ബർണറിലാണ് വെച്ചിട്ടുള്ളത്, വലിയ ബർണറല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ കട്ട തൈര് നന്നായിട്ടൊന്ന് ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ,
ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. വെള്ളം ചേർക്കാതെ ഉടച്ചെടുക്കണം. മിക്സിയിൽ അടിച്ചെടുക്കേണ്ട, ഒരു ഫോർക്കോ സ്പൂണോ ഉപയോഗിച്ചൊന്ന് ഉടച്ചെടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മൾ തക്കാളിയും ചേർത്തിട്ട് തക്കാളിയും കുക്കായി വന്നിട്ടുണ്ട്. തക്കാളി ഒരു 2-3 മിനിറ്റ് ഉണ്ടെങ്കിൽ കുക്കായി വരും കേട്ടോ. ഒരുപാട് കുക്കിംഗ് ടൈം ഇല്ല തക്കാളിക്ക്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വളരെ ചെറുതായിട്ടല്ലേ കട്ട് ചെയ്തിട്ടുള്ളൂ. ഇതിലേക്ക് ഇനി നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെയാണ് അരപ്പ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കടുക് അരയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ കടുക് ഒന്ന് പൊടിച്ചിട്ടാലും മതി കേട്ടോ. ചിലപ്പോഴൊക്കെ നമുക്ക് പച്ചടിയിൽ കമൻസ് വരാറുണ്ട്, പല പച്ചടിയിലും കടുക് അരച്ചിട്ടുണ്ടെങ്കിൽ കയ്പ്പാവില്ലേന്ന്. കയ്പ്പുണ്ടാവില്ല, പക്ഷേ പേടിയുണ്ടെങ്കിൽ കടുകൊന്ന് പൊടിച്ച് ചേർത്താലും മതി. ഇനി അരപ്പൊന്ന് നന്നായിട്ട് കുക്കായി വരണം. അതുവരെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. തൈരൊന്നും ഇപ്പോൾ ചേർക്കരുത്, പിന്നീട് ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ തന്നെ നല്ല ഭംഗിയായില്ലേ നമ്മുടെ പച്ചടി കാണാനായിട്ട്. പച്ചടി കംപ്ലീറ്റ് ആയിട്ടില്ല, തൈരും കൂടി ചേർത്താലേ കംപ്ലീറ്റ് ആവുള്ളൂ. ഇതിലേക്ക് പൈനാപ്പിളിന് മധുരം കുറവാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് പഞ്ചസാര ചേർക്കാം. ഞാനിപ്പോൾ പൈനാപ്പിളിന് മധുരം ഉള്ളതുകൊണ്ട് പഞ്ചസാര ചേർക്കുന്നില്ല. ഒരു 1/2 ടീസ്പൂൺ വരെ പഞ്ചസാര ചേർക്കാം പൈനാപ്പിളിന് മധുരം അനുസരിച്ച്. ഇതൊന്ന് ഇളക്കി കൊടുത്ത് ഈ അരപ്പ് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം നമുക്ക്. അതിന് ശേഷം വേണം നമ്മുടെ തൈര് ചേർക്കാൻ. അപ്പോൾ അരപ്പൊന്ന് കുക്കായി വരട്ടെ. അപ്പോൾ നമ്മുടെ അരപ്പൊന്ന് തിളച്ച് തുടങ്ങുന്നുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അരപ്പിൻ്റെ ആ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. നമ്മുടെ ചട്ടിയിലിരുന്ന് ഇനി അരപ്പ് വീണ്ടും കുക്കാവും. നമ്മൾ ചട്ടിയിലാണ് കറി ഉണ്ടാക്കുന്നതെങ്കിൽ മാത്രമേ ഇതുപോലെ കുക്കായി കിട്ടുള്ളൂ. വേറെ പാത്രങ്ങളിലാണെങ്കിൽ ഇതുപോലെ കുക്കായി കിട്ടില്ല. അപ്പോൾ ഉപ്പ് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഉപ്പ് ചെക്ക് ചെയ്തപ്പോൾ ഉപ്പ് കുറവായിരുന്നു, ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം വെച്ചതുകൊണ്ടാണ് ഇതുപോലെ കറക്റ്റായിട്ട് അരപ്പ് ചേർത്ത് കഴിയുമ്പോൾ വെള്ളം ചേർക്കാതെ കറക്റ്റ് ആ ഒരു പച്ചടിയുടെ പാകത്തിൽ കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ പച്ചടിയുടെ പാകത്തിനേക്കാൾ ലൂസായി പോകും. അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇനി ഇതൊന്ന് ഇളക്കി ഒന്ന് ചൂട് കുറഞ്ഞു വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഒരു 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ചൂട് കുറഞ്ഞു വരും. അതിന് ശേഷം നമുക്ക് തൈര് ചേർക്കാം. ചൂട് കംപ്ലീറ്റ് മാറണ്ട, ആ തിള വരുന്നത് ഒന്ന് കുറഞ്ഞാൽ മതി. അതിന് ശേഷം നമുക്ക് തൈര് ആഡ് ചെയ്യാവുന്നതാണ്. അതിന് മുന്നേ തൈര് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തൈര് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ തന്നെ തൈര് ചേർക്കരുത് എന്ന് പ്രത്യേകം പറയുന്നത്. ഇത് കുക്കിംഗ് അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അറിയാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ പറയുന്നത്. ഇപ്പോൾ നമ്മുടെ അരപ്പ് തിളയ്ക്കുന്നത് നിന്നു കണ്ടോ. ഇനി നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എരിവ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് വീണ്ടും കട്ട് ചെയ്ത് ചേർക്കാം കേട്ടോ. ഈ അരപ്പ് ചേർക്കുന്നതിന് മുന്നേ ആയിട്ട് എരിവ് ചെക്ക് ചെയ്യുക. എരിവ് കുറവാണെങ്കിൽ പച്ചമുളക് ചേർക്കാം. അരപ്പൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ പച്ചമുളക് ചേർത്തിട്ട് കാര്യമില്ല. എന്താണെന്ന് വെച്ചാൽ പിന്നെ എരിവൊന്നും ഇറങ്ങി വരില്ല. പിന്നെ മുളക് പൊടി ചേർത്താലും പെർഫെക്റ്റ് ആവില്ല. എന്താണെന്ന് വെച്ചാൽ മുളക് പൊടി കുക്കാവില്ല. അപ്പോൾ നമുക്കിനി നമ്മുടെ തൈര് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പുളി അനുസരിച്ച് തൈര് ചേർക്കണം. ഞാനിപ്പോൾ ഒരു 3/4 കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത്. ഉടച്ച് കഴിഞ്ഞിട്ട് 3/4 കപ്പ് തൈര്. ഒരുപാട് പുളിയുള്ള തൈരാണെങ്കിൽ 1/2 കപ്പ് മതി കേട്ടോ. ഒരുപാട് പുളി പച്ചടിക്ക് അത്ര ടേസ്റ്റ് അല്ല, അതുകൊണ്ടാണ് ഞാൻ 1/2 കപ്പ് മതി എന്ന് പറഞ്ഞത്. ഒരു മീഡിയം പുളിയാണ് പച്ചടിക്ക് ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇപ്പോൾ കണ്ടോ, നല്ല ഭംഗിയുള്ള പച്ചടി റെഡി ആയി കഴിഞ്ഞു. റെഡും യെല്ലോയും എല്ലാം ചേർന്ന് മിക്സ് ആയിട്ടുള്ളൊരു കളറാണ്. ഇതിനി ഒന്ന് നമുക്ക് വറവിട്ടെടുക്കാം. അപ്പോൾ പച്ചടി വറവിടുമ്പോൾ ഉലുവയും കൂടി ചേർത്തിട്ട് വേണം വറവിടാൻ. നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് വറവിടാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്കൊരു കമൻറ്റ് വന്നിരുന്നു, ഈ വെളിച്ചെണ്ണ എവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്, ഏത് ബ്രാൻഡാണെന്നൊക്കെ ചോദിച്ചിട്ട്. ഞാൻ വെളിച്ചെണ്ണ മില്ലിൽ നിന്നാണ് വാങ്ങിക്കുന്നത്, ബ്രാൻഡഡ് അല്ല. അപ്പോൾ ഈ ബോട്ടിൽ മാത്രം നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. ബോട്ടിൽ കണ്ടിട്ടാണ് ചോദിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ കടുക് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം കടുക് ചേർക്കണം കേട്ടോ, എങ്കിലേ നമ്മുടെ പച്ചടി പെർഫെക്റ്റ് ആവുള്ളൂ. 1 ടീസ്പൂൺ കടുക് ഞാൻ ചേർക്കുന്നുണ്ട്. കടുകൊന്ന് പൊട്ടി വരട്ടെ. നമ്മുടെ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർക്കാം. ഇനി നമ്മൾ ചേർക്കുന്നത് വറ്റൽമുളകാണ്. വറ്റൽമുളക് ചെറുതായിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൈനാപ്പിളൊക്കെ ചെറുതായിട്ടല്ലേ കട്ട് ചെയ്തത്, അതുകൊണ്ട് വറ്റൽമുളക് ഒരു 3 കട്ട് ചെയ്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ കറിവേപ്പിലയും ചേർക്കാം. കറിവേപ്പില നമ്മൾ പൈനാപ്പിൾ വേവിക്കുമ്പോൾ ചേർത്തിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതെല്ലാം ചേർത്ത് നമ്മുടെ പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ എന്താ പച്ചടിയിലേക്ക് നമ്മുടെ വറവ് ചേർത്താണ്. ഉപ്പും എരിവും പുളിയും എല്ലാം ചെക്ക് ചെയ്തു, എല്ലാം പെർഫെക്റ്റ് ആണ്. അപ്പോൾ നമ്മുടെ
അടിപൊളിയായിട്ടുള്ള പൈനാപ്പിൾ തക്കാളി പച്ചടി റെഡി ആയി കഴിഞ്ഞു. എല്ലായിടത്തും എല്ലാവർക്കും ഇപ്പോൾ പൈനാപ്പിൾ അവൈലബിൾ ആണ്. നമ്മൾ ഏത് റൂട്ടിൽ പോയാലും പൈനാപ്പിൾ സെയിൽ ചെയ്യാൻ വെക്കുന്നത് കാണുന്നുണ്ട്. ഷോപ്സിലും അതുപോലെ തന്നെയുണ്ട്, റോഡ് സൈഡിലുണ്ട്. അപ്പോൾ നിങ്ങൾ പൈനാപ്പിൾ വാങ്ങിക്കുമ്പോൾ പൈനാപ്പിൾ ഉറപ്പായിട്ടും ഇതുപോലെ ഒന്ന് പച്ചടി ഉണ്ടാക്കി നോക്കൂ. തക്കാളി ചേർത്തിട്ട് ഇതുവരെ പച്ചടി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഈ റെസിപ്പി എനിക്ക് കിട്ടിയത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കല്യാണത്തിന് പോയിരുന്നു. അപ്പോൾ ആ കല്യാണ വീട്ടിൽ സദ്യയിൽ ഉണ്ടായിരുന്ന റെസിപ്പിയാണിത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് തരാമല്ലോ ഒന്ന്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ, ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത്. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട റെസിപ്പികൾക്കൊക്കെ മറക്കാതെ ഒരു ലൈക്കും കൂടി തരണേ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ അടിപൊളി റെസിപ്പി അല്ലേ. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.